പ്രിയപ്പെട്ട എൻ്റെ കാസർഗോട്ടുകാരെ, ഒരു 3 ദിവസം മുമ്പ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ശോചനീയാവസ്ഥയെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. വളരെ വലിയൊരു പ്രതികരണമാണ് ആ വീഡിയോക്ക് സമൂഹത്തിൽ നിന്ന് ലഭിച്ചത്. വളരെ കൂടുതൽ പേര് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ കാലമായി മുറവിളി നടത്തുന്നതല്ലാതെ അത് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവാത്ത കാലങ്ങളായി ഇങ്ങനെ പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു വീഡിയോ അങ്ങനെ ഒന്ന് ചെയ്തത്. അതൊരു അത്ഭുതം എന്ന് പറയട്ടെ. വളരെ പോസിറ്റീവായി തന്നെ മുനിസിപ്പാലിറ്റി ആ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ 4 വീഡിയോ എടുത്തിട്ട് വിടുന്നവൻ പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യാനാര് അവരാര് എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം ഒരു വ്യത്യസ്തനായത്. അദ്ദേഹത്തിന് ആദ്യമായി ഞാനൊരു സല്യൂട്ട് അടിക്കുകയാണ്. കാരണം അതൊരു പോസിറ്റീവായി കണ്ട് അദ്ദേഹം ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ക്ലീനായി എന്നല്ല ഞാൻ പറയുന്നുള്ളത്. പക്ഷെ സഡൻലി അദ്ദേഹം ഈ വീഡിയോ കാണുകയും ഞാനൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആ ഒരു പരിപാടിയിൽ ഒരുമിച്ച് കാണുകയും അദ്ദേഹം പറഞ്ഞ് 2 ദിവസത്തിനകത്ത് എല്ലാ കാര്യങ്ങളും തുടക്കം കുറിക്കുകയാണ്. പിന്നെ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യുക എന്ന് എനിക്കൊരു ഉറപ്പ് തന്നിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ട് മുമ്പിൽ വന്നത്. രാഷ്ട്രീയക്കാരുടെ ജാടയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ ഒരു രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അബ്ബാസ് ബീഗം. അദ്ദേഹത്തെ അത് ഉൾക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട്, അതിനകത്ത് പ്രതിഷേധം ഉൾക്കൊണ്ട് അദ്ദേഹം ഒരു മടിയുമില്ലാണ്ടാണ് പുതിയ ബസ് സ്റ്റാൻഡ് 2 ദിവസം അദ്ദേഹം ഇരുന്ന് ആ ഒരു കാര്യങ്ങൾ അവിടെയുള്ള ജോലിക്കാരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചത്. ഞാൻ മുകളിൽ കാട്ടിച്ചെന്നുള്ള നേരത്തെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമും അതുപോലെ തന്നെ മുകളിൽ ആ പായലും അതുപോലെ തന്നെ പിന്നെ ചെടികളുമായിട്ട് ഇങ്ങനെ കാട് ചെടികളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നൊരു ഭാഗത്ത് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ മുകളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് മിന്നൽ പരിശോധിച്ചിട്ട് ആ ഒരു ടാങ്ക് കാര്യങ്ങളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഞാൻ അബ്ബാസ് ബീഗായിട്ട് ആ കാര്യം സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് നമുക്ക് വേണ്ടത്. അത് ധാർഷ്ട്യത്തോടെയോ അല്ലെങ്കിൽ ഒരു പുച്ഛത്തോടെയോ ഇങ്ങനെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം നോക്കിക്കാണുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും നാട് ഭരിക്കാനോ പിടിക്കാനോ പറ്റില്ല. ഇങ്ങനെയുള്ള ജനങ്ങൾ എന്താണ് പ്രശ്നം, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ കാര്യം ചെയ്യാൻ മുന്നിലോട്ടേക്ക് വരുന്ന നേതാക്കന്മാരെയാണ് നാട്ടിനും നാട്ടുകാർക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് അബ്ബാസ് ബീഗം എന്ന് പറയുന്ന പോലെയുള്ള ഒരു രാഷ്ട്രീയക്കാരനെയാണ് കാസർഗോഡ് പട്ടണത്തിലേക്ക് ഇനിയും വേണ്ടത്. നിർഭാഗ്യവശാൽ അടുത്ത വർഷം വരുന്നത് ഒരു സ്ത്രീ സംവരണമാണ്. അതിനെക്കൊണ്ട് എത്രത്തോളം അത് നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നറിയില്ല. എന്തായാലും അബ്ബാസ് ബീഗത്തിനെ വലിയൊരു സ്ഥാനത്തേക്ക് കാണാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് കാസർഗോട്ടേക്ക് ആവശ്യം. കാരണം കാസർഗോഡ് ഇനിയും വളരെയേറെ മുന്നേറാനുണ്ട്. അതിൽ ചെറിയൊരു പുഷുവാണ് നമ്മളിപ്പോൾ കാട്ടിച്ചിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡ് എന്ന രീതി. ഇനി എത്രയോ മാറാനുണ്ട്. ആ മാറ്റത്തിനൊക്കെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തും നാട്ടുകാരുടെ ഭാഗത്തും ജനങ്ങളുടെ ഭാഗത്തൊക്കെ സപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ചെയ്തു പോകാൻ പറ്റൂ. അതുകൊണ്ട് അബ്ബാസ് ബീഗത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ആ വീഡിയോക്ക് അദ്ദേഹം മുന്നിട്ട് ഇറങ്ങി ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനും അതൊരു പോസിറ്റീവായിട്ട് കണ്ടിട്ട് അദ്ദേഹം അത് പിന്നെ പൂർത്തീകരിച്ചെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാലും അദ്ദേഹം ആ ഒരു വീഡിയോ കണ്ട ഉടനെ സഡൻലി ഇറങ്ങി പുറപ്പെട്ട് അത്രത്തോളം ക്ലീൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും പലതും ചെയ്യാൻ സാധിക്കുമെന്ന് ഈ ഒരു അവസരത്തിൽ വളരെയേറെ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും നല്ല കാര്യങ്ങൾ കാസർഗോഡ് പട്ടണത്തിലേക്കും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വലിയൊരു രാഷ്ട്രീയക്കാരനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വലിയൊരു നേതാവുമായി അദ്ദേഹം മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.